രക്ഷക എന്റെ പാപഭാരമെല്ലാം നീക്കണേ. യേശുവേ എന്നും നീതിമാന്റെ മാർഗം നൽകണേ. രക്ഷക എന്റെ പാപഭാരമെല്ലാം നീക്കണേ. യേശുവേ എന്നും നീതിമാന്റെ മാർഗം നൽകണേ. ഇടയ വഴിയിൽ അഭയമരുളൂ. രക്ഷക എന്റെ പാപഭാരമെല്ലാം നീക്കണേ. യേശുവേ എന്നും നീതിമാന്റെ മാർഗം നൽകണേ. ക്രൂശിൽ പിടഞ്ഞ വേളയിൽ നാഥൻ ചൊരിഞ്ഞ ചോരയിൽ, ക്രൂശിൽ പിടഞ്ഞ വേളയിൽ നാഥൻ ചൊരിഞ്ഞ ചോരയിൽ ബലിദാനമായിതാ തിരുജീവനോപിനെ. ബലിദാനമായിതാ തിരുജീവനോപിനെ. കേഴുന്നു ഏകാകി ഞാൻ, നാഥ നീ കനിയില്ലയോ. കണ്ണീരും തൂകുന്നിതാ. രക്ഷക എന്റെ പാപഭാരമെല്ലാം നീക്കണേ. യേശുവേ എന്നും നീതിമാന്റെ മാർഗം നൽകണേ. സ്നേഹം നിറഞ്ഞ വാക്കുകൾ, നീറും മനസ്സിലേക്ക് സ്നേഹം നിറഞ്ഞ വാക്കുകൾ. ശരണാർത്ഥിയായിതാ തിരുമുൻപിൽ വന്നു ഞാൻ. ശരണാർത്ഥിയായിതാ തിരുമുൻപിൽ നിന്നു ഞാൻ. പാടുന്നു ഏകാകി ഞാൻ, നാഥ നീ കേൾക്കില്ലയോ.
രക്ഷക എന്റെ പാപഭാരമെല്ലാം നീക്കണേ. യേശുവേ എന്നും നീതിമാന്റെ മാർഗം നൽകണേ. രക്ഷക എന്റെ പാപഭാരമെല്ലാം നീക്കണേ. യേശുവേ എന്നും നീതിമാന്റെ മാർഗം നൽകണേ. ഇടയ വഴിയിൽ നീ അഭയമരുളൂ. രക്ഷക എന്റെ പാപഭാരമെല്ലാം നീക്കണേ. യേശുവേ എന്നും നീതിമാന്റെ മാർഗം നൽകണേ. സൃഷ്ടാവായ ദൈവത്തിന്റെ വലിയ നാമം വാഴ്ത്തപ്പെടുകയും മഹത്വപ്പെടുകയും ചെയ്യട്ടെ. ഈ മഹാപ്രപഞ്ചത്തിന്റെ ഒരു ചെറുകണികയായ ഈ ഭൂമിയിലെ 7 വൻകരകളിലെ ഒരു രാജ്യമായ ഇന്ത്യയിലെ ഒരു സ്റ്റേറ്റായ കേരളത്തിലെ ഒരു ജില്ലയായ എറണാകുളം ജില്ലയിലെ ഒരു ചെറിയ ഭാഗമായ തങ്ങോട് എന്നറിയപ്പെടുന്ന ഈ ദേശത്ത് സൃഷ്ടാവായ ദൈവത്തിന്റെ ഒരു അനൗൺസ്മെന്റ് അറിയിപ്പാനാണ് ഈ ടീം ഇതിലൂടെ കടന്നു പോകുന്നത്. പ്രിയ സഹോദരങ്ങളെ, നാളെ ഞങ്ങളിത് അറിഞ്ഞില്ല കേട്ടില്ല എന്ന് നിങ്ങൾ പറയുവാനായിട്ട് ഇടയാകരുത്. ഇതൊരു മതപ്രസംഗമല്ല, ഒരു സംഘടനയുടെ പ്രസംഗമല്ല, സൃഷ്ടാവിന്റെ ഒരു അരുളപ്പാടാണ്. വിശുദ്ധ ബൈബിൾ അതിന് ജാതിയുടെ പുസ്തകമല്ല, മതത്തിന്റെ പുസ്തകമല്ല, സംഘടനയുടെ പുസ്തകമല്ല, ഗ്രൂപ്പിന്റെ പുസ്തകമല്ല. അത് സൃഷ്ടാവായ ദൈവം തന്റെ മക്കൾക്ക് അറിയിക്കുന്ന സ്നേഹ സന്ദേശമാണ്. എന്തിനാണ് നിങ്ങൾ, എങ്ങനെയാണ് നിങ്ങൾ ഈ ഭൂമിയിൽ ജനിച്ചത്, എന്താണ് നിങ്ങൾ ഇവിടെ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത്, എന്തുകൊണ്ട് മരിക്കുന്നു, മരിച്ചാൽ തുടർന്നുള്ള ജീവിതം എങ്ങനെ എന്നുള്ള സന്ദേശമാണ്. സാധാരണ നമ്മൾ ചിന്തിക്കാത്തൊരു കാര്യമാണ്. എന്തിനാണ് നമ്മൾ ഈ ഭൂമിയിൽ ജനിച്ചതെന്ന് നാം ചിന്തിക്കാറില്ല. എന്താണ് ഇവിടെ ചെയ്യേണ്ടത് നാം ചിന്തിക്കാറില്ല. എന്തുകൊണ്ട് വയറ് വിശക്കുന്നത് ചിന്തിക്കാറില്ല. എന്തുകൊണ്ട് തലമുടി നരയ്ക്കുന്നത് ചിന്തിക്കാറില്ല. എന്തുകൊണ്ട് പ്രായമാകുന്നത് ചിന്തിക്കാറില്ല. എന്തുകൊണ്ട് രോഗമാകുന്നത് ചിന്തിക്കാറില്ല. എന്തുകൊണ്ട് മരിക്കുന്നത് ചിന്തിക്കാറില്ല. എന്തിനാണ് ജീവിക്കുന്നു എന്ന് ചിന്തിക്കാറില്ല. അപ്പൊ ഇതെല്ലാം ഒന്ന് മനുഷ്യനെ അറിയിക്കാൻ, നീ ആരാണ്, നീ എന്താണ്, നീ എന്തിനാണ്, നിന്റെ പരമപ്രധാനമായ ലക്ഷ്യം എന്താണ്, ഇതൊക്കെ അറിയിക്കുന്ന ഒരു യൂസേജ് മാനുവലാണ് വിശുദ്ധ ബൈബിൾ. അതൊരു ജാതിയുടെ സംഘടനയുടെ ഗ്രൂപ്പിന്റെ പുസ്തകമല്ല. പകരം ജാതിയില്ലാത്ത, മതമില്ലാത്ത, സംഘടനയില്ലാത്ത, ഗ്രൂപ്പില്ലാത്ത സൃഷ്ടാവായ ദൈവം ജാതിയിലും മറ്റൊരു സംഘടനയിലും ഗ്രൂപ്പിലും പ്രത്യേകിച്ച് മരണത്തിലും അകപ്പെട്ടു പോയാൽ നമുക്ക് തരുന്ന സ്നേഹ സന്ദേശമാണ്. നിങ്ങളെ മരണത്തിൽ നിന്ന് വിടുവിച്ച് തന്റെ പദ്ധതിയിലാക്കുവാൻ ദൈവത്തിന് ഒരാലോചനയുണ്ട് എന്ന് അറിയിക്കുന്ന ഒരു സന്ദേശമാണ് നിങ്ങളിപ്പോൾ കേൾക്കുവാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് അല്പസമയത്തേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഒന്ന് ക്ഷണിക്കുകയാണ്. വിശുദ്ധ ബൈബിൾ അതിന്റെ പുതിയ ഉടമ്പടി ഭാഗത്ത് ഇങ്ങനെ പറയുന്നു: രാജ്യത്തിന്റെ സുവിശേഷം സകല സൃഷ്ടികൾക്കും സാക്ഷ്യമായി ലോകത്തിലെല്ലായിടവും അറിയിക്കപ്പെടും, അതോടെ യുഗം അവസാനിക്കും. ഭൂമിയിൽ അല്പകാല ജീവികളായ നമ്മളോട് ദൈവം അറിയിക്കുന്ന സന്ദേശമാണ് രാജ്യത്തിന്റെ സുവിശേഷം. ഈ സന്ദേശം പ്രസംഗിച്ച വ്യക്തികൾ പലരും ഉണ്ടെങ്കിലും ഇതിൽ പ്രമുഖനാണ് ദൈവത്തിനായ ക്രിസ്തു. ക്രിസ്തു മാനവജാതിയോട് അറിയിച്ച സന്ദേശമാണ്. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾ മനസ്സാന്തരപ്പെടുക. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് നിങ്ങളുടെ ദൈവത്തോടുകൂടെ ജീവിപ്പാൻ ദൈവം നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ദൈവം പരിശുദ്ധനാകുന്നത് പോലെ നിങ്ങൾ പരിശുദ്ധരായിരിക്കുക. അതിന് ദൈവത്തോടുകൂടെ ഒരുമിച്ച് ജീവിക്കാം, ഒരു കുടുംബമായി തീരാം. ഇതാണ് ആ സന്ദേശം. മനുഷ്യനോടുകൂടെ, അതെ, മരണമുള്ള മനുഷ്യനോടുകൂടെ മാത്രം ജീവിച്ച് പരിചയമുള്ള നമുക്ക് മരണമില്ലാത്ത ദൈവത്തോടുകൂടെ ജീവിപ്പാൻ, ജാതിയും മതവും സംഘടനയും ഗ്രൂപ്പൊന്നും ഇല്ലാത്ത ദൈവത്തോടുകൂടെ ജീവിപ്പാൻ നമുക്ക് തരുന്ന ഇൻവിറ്റേഷൻ ആണ് ഈ രാജ്യത്തെ സുവിശേഷം. എന്താണ് രാജ്യത്തെ സുവിശേഷം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവത്തോടുകൂടെ ജീവിക്കുകയും ദൈവത്തിന്റെ ഉടമസ്ഥതയിലുള്ള ഈ ഭൂമിയുടെ ഭരണകർത്താക്കന്മാരായി, ഭരണാധിപന്മാരായി, ദൈവത്തിന്റെ മക്കളായി ദൈവത്തോടുകൂടെ ജീവിക്കുന്ന അവസ്ഥയാണ് ഈ രാജ്യത്തെ സുവിശേഷം. അതൊരു നല്ല വിശേഷമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്താണ് ഗുണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാമത്തെ ഗുണം, ഇത് നമ്മളെല്ലാവരും ബുദ്ധിശൂന്യമായ ഒരു യാത്രയിലാണ്, അതിൽ കുടുങ്ങിപ്പോയവരാണ്.
ജനിച്ചു വിശക്കുന്നതോട് കഴിക്കുന്നു, കഴിച്ച് തുടർന്ന് കഴിക്കാൻ പറ്റാത്ത രീതിയിൽ രോഗമാകുന്നു, തുടർന്ന് രോഗം ചികിത്സിക്കാൻ വേണ്ടി ആശുപത്രിയിൽ ചെല്ലുന്നു. ഇതുവരെയും ആശുപത്രിക്കാർ ഒരു കേസ് പോലും ജയിച്ചിട്ടില്ല. എല്ലാ രോഗങ്ങളും അവസാനം മരണത്തിൽ ചെന്ന് അവസാനിച്ചു. ഒരൊറ്റ കേസ് പോലും അവർ ജയിച്ചിട്ടില്ല. ഇതേപോലെ തിന്നു ചാകുന്ന ഒരു ബുദ്ധിശൂന്യമായ യാത്ര. ആ യാത്രയിലാണ് നാം ഓരോരുത്തരും. ഈ യാത്രയിൽ വെച്ച് ദൈവം നമ്മളോട് പറയാണ്, മനുഷ്യരോട് കൂടെ മാത്രം ജീവിച്ച്, മരണമുള്ള മനുഷ്യരോട് കൂടെ മാത്രം ജീവിച്ച് മരിക്കുന്ന മനുഷ്യ, നിനക്ക് മരണമില്ലാത്ത ദൈവത്തോടുകൂടെ എന്നോടുകൂടെ ജീവിച്ചാൽ നിത്യം ജീവിക്കാം. അതിനുള്ള ഇൻവിറ്റേഷൻ നിങ്ങൾക്ക് തരികയാണ്. അതുകൊണ്ട് രാവിലെ മുളച്ച് വൈകിട്ട് വാടിപ്പോകുന്നത് പോലെയുള്ള ചെറിയ ജീവിതത്തിൽ ഒടുങ്ങാതെ നിത്യമായി ദൈവത്തോടുകൂടെ ജീവിക്കാൻ നിനക്ക് വേണ്ടി കാത്തിരിക്കുന്ന നിന്റെ സൃഷ്ടാവ്, ഒരു ഉടമസ്ഥൻ, ഒരു അപ്പനുണ്ടെന്നുള്ള കാര്യം ദൈവം നിന്നെ അറിയിക്കുകയാണ്. ഒരുപക്ഷെ നിങ്ങളുടെ കയ്യിലുള്ള സ്കൂട്ടർ നിങ്ങളുടേതെന്ന് നിങ്ങൾ പറയും, നിങ്ങളുടെ കയ്യിലുള്ള ബൈക്ക് നിങ്ങളുടേതെന്ന് പറയും, നിങ്ങളുടെ മേലിലുള്ള കാറ് നിങ്ങളുടേതെന്ന് പറയും, നിങ്ങളുടെ മേലുള്ള വീട് നിങ്ങളുടേതെന്ന് പറയും. പക്ഷെ നിങ്ങൾ ആരുടേതാ? ഇതുവരെയും ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ ഉടമസ്ഥൻ ആരുടെയാ? ആ ഉടമസ്ഥന് വേണ്ടി ജീവിക്കാൻ ഇതുവരെയും ചിന്തിച്ചിട്ടുണ്ടോ? അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, എന്നെ കേൾക്കുന്ന, കാണുന്ന, ശബ്ദ കാഴ്ച പറഞ്ഞ് കേൾക്കുന്ന ഏവരോടും ഓർപ്പിക്കുകയാണ്, നിങ്ങൾക്കൊരു ഉടമസ്ഥനുണ്ട്. ആ ഉടമസ്ഥനാണ് സൃഷ്ടാവായ ദൈവം. സർവ്വപ്രപഞ്ചത്തിന്റെ ഉടമസ്ഥനാണ് ആ സൃഷ്ടാവായ ദൈവം. ആ അപ്പൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. നിങ്ങൾ മടങ്ങി ചെല്ലുവാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പൻ ആഗ്രഹിക്കുന്ന ഇതിനോടുകൂടെ ജീവിക്കാൻ. അപ്പന്റെ കുടുംബമായി തീരും നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കും. ഈ സദ്വാർത്ത നിങ്ങളെ അറിയിക്കുകയാണ്. അങ്ങനെ ഈ ഇൻവിറ്റേഷൻ, മരണമുള്ള മനുഷ്യ കുടുംബത്തിലുള്ള മരണമില്ലാത്ത ദൈവ കുടുംബത്തിലേക്കുള്ള ഇൻവിറ്റേഷൻ, ദൈവത്തിന്റെ മകനായുള്ള ഇൻവിറ്റേഷൻ അറിയിക്കുവാനാണ് ഈ ടീം ഇതിലൂടെ കടന്നു പോകുന്നത്. നാളെ അറിഞ്ഞില്ല കേട്ടില്ല എന്ന് പറയരുത്. അങ്ങനെയുള്ള ജയം പ്രാപിക്കുന്ന, ദൈവത്തോടെ ജയം പ്രാപിക്കുന്ന മക്കളാണ് നാളത്തെ ഭൂമിയുടെ ഗവൺമെന്റ് അലങ്കരിക്കുന്നത്. അത് നീയാണ്, നിന്നെ രാജാവായി ദൈവം വിളിച്ചിരിക്കുകയാണ്. ഇതാണ് ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്ന സദ്വാർത്ത. അപ്പൊ നിങ്ങൾ ചോദിക്കുന്നത്, ഞങ്ങൾക്ക് താല്പര്യമുണ്ട്, എന്താണ് അതിന് വഴി എന്ന് നിങ്ങൾ ആരെയും ഹൃദയത്തിൽ ചിന്തിക്കുന്നുവെങ്കിൽ, മനുഷ്യരുടെ ഇടയിൽ അതിന് യാതൊരു വഴിയില്ല. കാരണം നമ്മുടെ മരണത്തിൽ നമ്മളെ മാറ്റുവാനായിട്ട് നമ്മുടെ ഗവൺമെന്റിന് കഴിയത്തില്ല, നമ്മുടെ ആശുപത്രികൾക്ക് കഴിയത്തില്ല, നമ്മുടെ വിദ്യാഭ്യാസ സംരംഭങ്ങൾക്ക് കഴിയത്തില്ല, നമ്മുടെ ആന്റിബയോട്ടിക്കുകൾക്ക് കഴിയത്തില്ല. അവരെല്ലാം മരണത്തോട് ഒന്ന് ഏറ്റുമുട്ടി പരാജയമാണെന്ന് മനസ്സിലാക്കിയപ്പോ അവരിപ്പോ അതിനെക്കുറിച്ച് മിണ്ടാറില്ല. പകരം മരിച്ചാൽ നിനക്ക് ഇൻഷുറൻസ് തരാം എന്ന് പറയാറ്, കുറച്ച് പൈസ തരാമെന്ന് പറയാറ്. കാരണം മരണത്തോട് ഏറ്റുമുട്ടി ജയിച്ചവൻ ആരുമില്ല, ഒരു മതവും ഇല്ല, ഒരു സംഘടനയില്ല. പകരം മരണത്തോട് ഏറ്റുമുട്ടി ജയിച്ച ഒരേ ഒരു മാത്രമേ ഉള്ളൂ, ദൈവത്തിന്റെ പുത്രനായ യേശു ക്രിസ്തു. മരണത്തെ ജയിച്ചു ഉയർത്തെഴുന്നേറ്റു. അപ്പോൾ ദൈവത്തോടുകൂടെ ജീവിക്കാൻ എനിക്ക് താല്പര്യമുണ്ടെന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ, പ്രിയമകനെ, അതിനൊരു വഴിയുണ്ട്. മനുഷ്യരുടെ ഇടയിലില്ല, ദൈവം തന്നെ മനുഷ്യർക്ക് വേണ്ടി ഒരുക്കിയ ഒരു വഴിയുണ്ട്. ആ വഴിയാണ് ആകാശകയിൽ മനുഷ്യരുടെ മനുഷ്യരക്ഷയ്ക്കായി ഒരേ ഒരു നാമമേ ദൈവം നൽകിയിട്ടുള്ളൂ. അതാണ് ദൈവപുത്രനായ യേശു ക്രിസ്തുവിന്റെ നാമം. ആ യേശു ക്രിസ്തു എന്തു ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മനുഷ്യന്റെ പാപം മൂലമാണ് മനുഷ്യന്റെ മരണം വേട്ടയാടുന്നത്. എന്നാൽ പാപത്തിന്റെ ശമ്പളം മരണം എന്ന ദൈവത്തിന്റെ മാറ്റമില്ലാത്ത നിയമത്തിന്റെ മുൻപിൽ യേശു ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി കാൽവരി ക്രൂശിൽ യാഗമാകുകയും നമ്മളെ പരിപൂർണമായി അതിൽ നിന്ന് വിടുവിക്കുകയും ചെയ്തു. ഇന്ന് പ്രിയമകനെ, നീ അത് വിശ്വസിക്കുന്നുവെങ്കിൽ, ക്രൂശിന്റെ ഭോഷത്വം ദൈവം രക്ഷിക്കപ്പെടുവാൻ ആഗ്രഹിക്കുന്നവർക്ക്, മരണത്തിന്റെ വെടിയിൽ നിന്ന്, പാപത്തിന്റെ വെടിയിൽ നിന്ന് രക്ഷപ്പെടുവാൻ, ലോകത്തിന്റെ വെടിയിൽ നിന്ന് രക്ഷപ്പെടുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ആ യേശു ക്രിസ്തുവിന്റെ നാമം വിളിച്ചപേക്ഷിച്ചുകൊണ്ട്, യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ യാഗമായത് എന്റെ പാപത്തിന് വേണ്ടിയാണെന്ന് വിശ്വസിച്ചുകൊണ്ട്, ആ യേശു ക്രിസ്തുവിന്റെ നാമം വിളിച്ചപേക്ഷിച്ചുകൊണ്ട്, പ്രിയമകനെ, പ്രിയമകളെ, നിനക്ക് യേശുവിനെ അനുഗമിച്ച് അനുസരിച്ച് സ്വർഗീയ പിതാവിന്റെ, സൃഷ്ടാവിന്റെ ഭവനത്തിലേക്ക് നിനക്ക് ദൈവത്തിന്റെ മകനായി യാത്രയാകാമെന്നുള്ള സന്തോഷ വാർത്തയാണ് നിന്നെ അറിയിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും ഇതാ ദൈവിക ഭവനത്തിൽ ദൈവത്തിന്റെ മകനായി, മകളായി നിത്യമായി ജീവിപ്പാൻ നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ, പ്രിയമകനെ, ഇതാ നിന്നെ ഓർപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, യേശു ക്രിസ്തുവിന്റെ നാമം വിളിച്ചപേക്ഷിച്ചുകൊണ്ട്, യേശു ക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചുകൊണ്ട് നീ ദൈവഭവനത്തിലേക്ക് കടന്നു വരുന്നെങ്കിൽ നിത്യമായ ദൈവത്തിന്റെ മകനായിരിക്കുമെന്നുള്ള കാര്യം പ്രത്യേകം ഓർപ്പിക്കുകയാണ്. അതുകൊണ്ട് ഇന്ന് രാവിലെ മുളച്ച് വൈകിട്ട് വാടിപ്പോകുന്ന പുൽക്കൊടിക്ക് തുല്യരായ പ്രിയ സഹോദരങ്ങളെ, ഇതാ നമ്മളൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ, നമുക്ക് 1900 വർഷത്തിൽ നമ്മൾ ആരും ഇവിടെ ഇല്ല. നമ്മുടെ മാതാപിതാക്കന്മാർ ഒരുപക്ഷെ ഉണ്ടായിരുന്നിരിക്കാം, അവരെല്ലാം മരണം കൊണ്ടുപോയി. എന്നാൽ 1900 നമ്മളില്ല. പക്ഷെ ഇപ്പോൾ നമ്മളിവിടെ ഉണ്ട്. ശ്രദ്ധിച്ച്, 2100 വർഷം ദൈവം അനുവദിക്കുന്നുവെങ്കിൽ ആ സമയവും നമ്മൾ ഇവിടെയില്ല. അതിനു മുമ്പ് മരണം നമ്മളെ കൊണ്ടുപോയി കഴിഞ്ഞു. കാരണം അല്പസമയം മാത്രമേ നമ്മളിവിടെയുള്ളൂ. ഒരു സ്ത്രീയെ കഞ്ഞി വെക്കുമ്പോ
ആ കഞ്ഞിയിൽ നിന്ന് ആയി പൊങ്ങുന്നത് പോലെ ഒരു നിസാര സമയം മാത്രമേ നമ്മളിവിടെ ഉള്ളൂ. ഇതാ നമുക്ക് മുമ്പ് പലരും ഇവിടെ ജീവിച്ചിരുന്നു, അവരെല്ലാം കടന്നുപോയി. മഹാന്മാരുണ്ടായിരുന്നു, അല്ലാത്തവരുണ്ടായിരുന്നു. ഇതുപോലെ നമ്മൾ ഇവിടുന്ന് കടന്നു പോകണം. എന്നാൽ കടന്നു പോകുന്നതിന് മുമ്പ് പ്രിയമകനെ ദൈവം ഈ സദ്വാർത്ത തന്നെ അറിയിക്കുകയാണ്. ഈ സദ്വാർത്ത ദൈവത്തോടുകൂടെ ജീവിക്കുന്ന സദ്വാർത്തയാണ്. അതിനുള്ള ഏക വഴിയും മാർഗവും ദൈവത്തിനായ ക്രിസ്തുവാണ്. ആ ക്രിസ്തുവിന്റെ നാം വിളിച്ചപേക്ഷിച്ചുകൊണ്ട് ക്രിസ്തുവെ അനുസരിച്ച് അനുഗമിച്ച് ആ ദൈവീക കുടുംബത്തിൽ ദൈവത്തിന്റെ മകനായി പ്രവേശിക്കാനുള്ള ഇൻവിറ്റേഷൻ പ്രിയ മകനെ മകളെ നിന്നെ അറിയുകയാണ്. അങ്ങ് കടന്നു വരുവാൻ ദൈവം നിന്നെ സഹായിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. ഇതാ ഇപ്പോൾ നിങ്ങളുടെ കയ്യിലേക്ക് ഞങ്ങളുടെ സഹോദരങ്ങൾ 2 നോട്ടീസുകൾ കൊണ്ട് തന്നിട്ടുണ്ട്. ആ നോട്ടീസിലൊന്ന് ഇതാണ്, ഒരു ട്രാക്റ്റാണ്. മനുഷ്യനെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി, ദൈവരാജ്യ സുവിശേഷം എഴുതി അറിയിക്കുന്ന ഒരു ട്രാക്റ്റാണ് അത്. നിങ്ങൾ വായിക്കുന്നുവെങ്കിൽ ദൈവത്തിനും നിങ്ങളെ കുറിച്ചുള്ള പദ്ധതിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞങ്ങളുടെ ശബ്ദം ഇപ്പോൾ ഇവിടെ നിലയ്ക്കും, എന്നാൽ ആ നോട്ടീസ് എന്നോട് സംസാരിക്കും. അതിന്റെ താഴെ ഞങ്ങളുടെ നമ്പറുണ്ട്. കൂടുതൽ വിവരങ്ങൾ അറിയാൻ താല്പര്യപ്പെടുന്നവരെ ഉണ്ടെങ്കിൽ ഞാൻ നമ്പറിൽ വിളിക്കുന്നുവെങ്കിൽ ഞങ്ങൾ നിങ്ങളെ സഹായിക്കാവുന്നതാണ്. മറ്റൊന്ന്, ഒരു നോട്ടീസ് ഞങ്ങളെ കൂടെ തന്നിട്ടുണ്ട്. ഇവിടെ തൊട്ടടുക്കൽ നമ്മുടെ പൂക്കാട്ടുപടി പഞ്ചായത്ത് റോഡിൽ പ്രാർത്ഥനാലയം എന്ന് പറയുന്ന ഒരു ധ്യാനകേന്ദ്രമുണ്ട്. ആ ധ്യാനകേന്ദ്രത്തിൽ എല്ലാ 22 വർഷമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ധ്യാനകേന്ദ്രത്തിൽ എല്ലാ മാസത്തിലെയും ആദ്യ തിങ്കളാഴ്ച ആരംഭിച്ച് ശനിയാഴ്ച അവസാനിക്കുന്ന ദൈവവചന ധ്യാനമുണ്ട്. ദൈവരാജ്യ സുവിശേഷത്തെ കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നവർ അങ്ങോട്ടേക്ക് കടന്നു വരുവാൻ ക്ഷണിക്കുകയാണ്. അടുത്ത മാസത്തെ ധ്യാനം ഒക്ടോബർ 7-ാം തീയതിയാണ്. തിങ്കളാഴ്ച ആരംഭിച്ച് ശനിയാഴ്ച ആരംഭിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ ഏവരെ അങ്ങോട്ടേക്ക് ക്ഷണിക്കുകയാണ്. ദൈവം നിങ്ങളേവരെ സഹായിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അടുത്ത ദിവസത്തേക്ക് നിങ്ങൾ കടന്നു പോകുന്നു. ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, മനോഹരമായ ഈ ദിവസത്തിനായ സ്തോത്രം. ഈ ദേശത്തോട്, ഈ തെങ്ങോട് ദേശത്തോട് അങ്ങയുടെ ആലോചന അറിയിച്ചു. രാജ്യത്തിന്റെ സുവിശേഷം സകല സൃഷ്ടികൾക്ക് സാക്ഷ്യമായി ലോകത്തിലെല്ലാവരും അറിയിക്കപ്പെടും. അതോടെ അവസാനമെന്ന അങ്ങയുടെ സന്ദേശം ഈ ഗ്രാമത്തോട് അങ്ങ് അറിയിക്കുവാൻ കൃപയായതിനായ സ്തോത്രം. കേട്ടവർ അങ്ങയുടെ ചിന്തകൾ മനസ്സിലാക്കി ആ ചിന്തകളിൽ ജീവിപ്പാൻ, അങ്ങയുടെ തലത്തിൽ ജീവിപ്പാൻ, അങ്ങേ അനുഗമിപ്പാൻ ക്രിസ്തുവെ അങ്ങ് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. തുടർന്ന് ഇവിടെ ആയിരിക്കുന്നവർ മാത്രമല്ല, ഈ ശബ്ദ കാഴ്ചകളിലായിരിക്കുന്ന എല്ലാവരെയും, ഇവരുടെ കുടുംബാംഗങ്ങളെയും, ഇവരുടെ മക്കളെയും, ഇവരുടെ മാതാപിതാക്കന്മാരെയും, ഇവരുടേതായ ജോലി വേലകളെയും എല്ലാം അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ഈ ദേശം അനുഗ്രഹിക്കപ്പെടട്ടെ, ഇവിടെയുള്ളവർ അനുഗ്രഹിക്കപ്പെടട്ടെ, ഈ ശബ്ദ കാഴ്ചകളിലുള്ളവർ അനുഗ്രഹിക്കപ്പെടട്ടെ. ഇവരുടെ അനുഗ്രഹം നിത്യദേശത്തിലേക്ക്, ദൈവ കുടുംബത്തിലേക്ക് എത്തിച്ചേരുവാൻ സഹായിക്കണം എന്ന് പ്രാർത്ഥിക്കുകയാണ്. എല്ലാവിധ ബാധകളിൽ നിന്നും, എല്ലാവിധ ആവശ്യങ്ങളിലും അങ്ങർക്ക് കൂട്ടായിരിക്കുകയും എല്ലാവിധ ബാധകളിൽ നിന്നും അവരുടെ കുഞ്ഞുങ്ങളെ ഒഴിവാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന സർവ്വമഹത്വം ഞങ്ങൾ അങ്ങേക്ക് തരികയാണ്. ദേശവാസികൾ നാമത്തെ അനുഗ്രഹിക്കുന്നു. നന്ദി, നമസ്കാരം.